വിശേഷങ്ങൾ തെലുങ്കിൽ ഇന്നലെ എൻ്റെ ഒരു പടത്തിന് ട്രെയിലർ റിലീസായി ഓദല 2. അതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അത് 17-ാം തീയതി റിലീസാണ്. പിന്നെ അഖണ്ഡ 2 വർക്ക് നടക്കും. ഒരു ഷെഡ്യൂളും കൂടെ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നു. കുഞ്ഞുമോള് 13-14 ഷൂട്ടിലായിരിക്കും. അപ്പോൾ വിഷുവിൻ്റെ അന്ന് വർക്ക് ചെയ്യുന്നത് ഒരു എന്തോ വർഷഫലം നല്ലതാണ്. അപ്പോൾ എനിക്കും അന്ന് ഏതൊരു പടത്തിൻ്റെ പൂജയുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടാനുണ്ട്. അങ്ങനെ ആ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ 14-ാം തീയതി രാവിലെ ഒരു പടത്തിനെ പൂജ ചെയ്യാം. അതൊക്കെയാണ് വിശേഷം മെയിനായിട്ട്. പിന്നെ മലയാളത്തിൽ ഇപ്പോൾ ഒരു പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ടോം എം ടീച്ചറിൻ്റെ നല്ലൊരു മൂവി. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കും. അതൊക്കെയാണ് വിശേഷം. വേറെന്താണ് നിങ്ങൾക്ക് എല്ലാം വിഷുവൊക്കെ എവിടെയാണ്? നമുക്ക് വിഷുവൊക്കെ ഇതിലൊക്കെ തന്നെയാണ്. അമ്പലത്തിൽ പോകുന്നുണ്ടായിരുന്നു രാവിലെ വിഷുവിനെ. അന്ന് രാവിലെ കണി കാണാം. വീട്ടിലെന്തായാലും കണി കാണത്തിലാണ്. വീട്ടിലായിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞുമോക്ക് സ്നേഹസാന്ദ്രം ട്രസ്റ്റിൻ്റെ വിഷുവിനെ കൊടുക്കാൻ അത് 13-ആണ്. എവിടെ വെച്ചായിരിക്കും? 11 13 പറഞ്ഞെനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഇത് നടക്കും. അതൊക്കെയാണ് ഇനി ആ സ്ഥലം മനസ്സിലാക്കണം. ഞാൻ അവരുടെ വോയിസ് ഒന്നും കൂടി കേൾക്കട്ടെ. എനിക്ക് സ്ഥലങ്ങളുടെ പേരെങ്ങനെ അറിയാം. എന്താണ് വിഷു സ്പെഷ്യൽ പ്രോഗ്രാം കുഞ്ഞുങ്ങളുടെ വരുന്നുണ്ട്. എല്ലാവരും കാണും. അതെ തന്നെ. നാളെ വിഷുവിൻ്റെ നല്ല വിശേഷം. എല്ലാവരും ഹാപ്പി ആയിട്ട്. പ്രഭാഷണം 18-ാം തീയതി 19-ന് കടന്നപ്പള്ളി കാവിലാണ്. അവിടെ തെയ്യം നടക്കുന്നത്. പ്രഭാഷണമാണ്. അവിടെ 19-ാം തീയതി കടന്നപ്പള്ളി. അപ്പോൾ പ്രഭാഷണങ്ങൾ നടക്കും. ഇന്നലെ ഭൂതത്താൻ ക്ഷേത്രം അവിടെ ഒരു പ്രഭാഷണം. അതെവിടെ ഭൂതത്താൻ ക്ഷേത്രം? ഭൂതത്താൻ ക്ഷേത്രം ഹൈവേ നമ്മുടെ കൊല്ലംകോടിനടുത്തായി തമിഴ്നാട് ബോർഡർ. വളരെ നന്നായിരുന്നു. കാരണം നല്ലൊരു ക്ഷേത്രം. ആ ചൈതന്യം പിന്നെ അത്രയും സ്നേഹമുണ്ടായിരുന്നു. അങ്ങനെ പ്രഭാഷണം നടക്കുന്നു. ഇപ്പോൾ 94-ാമത്തെ ബുക്കിൻ്റെ വർക്ക് നടക്കുന്നു. സിനിമകൾ നടക്കുന്നു. ഹാപ്പിയായിട്ട് വാചകവും വാചകവുമായിട്ടൊക്കെ